1.5 കിലോ വെള്ളവറ്റ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വറുക്കാനും വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് കറി വയ്ക്കാനാണ്. ഒരു ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവേരെ അളവ് കൂടരുത്, അത് കറി കക്കും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി ഉലുവൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് പൊട്ടി വന്നപ്പോൾ ഞാൻ 2 സബോളയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ 2 സബോള നന്നായി വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുപോലുള്ള കറികളിലൊക്കെ ഇങ്ങനെ ഉലുവ ഒരു നുള്ളൊക്കെ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ്. അതുപോലെ ചാറധികം പാടില്ല, കുറുതായിട്ട് ആ മീനിനോട് ചേർന്ന് നിൽക്കണം. അത്ര വലിപ്പമുള്ള വറ്റിയല്ല കേട്ടോ കിട്ടിയത്. എന്നാലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ആ സബോള ഒന്നായി വരാനാണ് കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സബോള പെട്ടെന്ന് വഴന്നു വന്നോളൂ. ഇപ്പോൾ സബോള വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഒരു കുടം വെളുത്തുള്ളി, ഒരു 10-15 ചുവന്നുള്ളി ചതച്ചതും, വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് കീറിയിട്ടതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു, വേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇനി ഒരു 2-3-4 പച്ചമുളകുണ്ട് കീറിയിട്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഇങ്ങനെ വല്ലാണ്ട് അരച്ചിടുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇളക്കി തന്നെ നിൽക്കണം കേട്ടോ. ഇഞ്ചി ഇങ്ങനെ ഇടുമ്പോൾ ഇഞ്ചി അടിയിൽ ചെന്ന് കട്ട പിടിക്കും. അപ്പോൾ അത് ഇളക്കി കൊടുത്ത് നമ്മൾ നോക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായി പൂവും വേണം കറിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. നന്നായി ഇളക്കി കൊടുത്ത് ആ പച്ചമണമൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പക്ഷെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് ഒരിക്കലെങ്കിലും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത്. നോക്കിയോളാം. ഇതാണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ള വറ്റാട്ട. ഇതിൽ കുറച്ച് വെച്ചിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വറുക്കാനായിട്ട്. ബാക്കിയുള്ള വറ്റയാണിത്. അപ്പോൾ നമ്മൾ വഴറ്റണതൊക്കെ റെഡിയായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇതൊക്കെ കൂടിയുണ്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കാം. നല്ല ചൊടിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം എന്നുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 3 കുടപ്പുളി, അത്യാവശ്യം വലുപ്പമുള്ള കുടപ്പുളിയാണ്. അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 തക്കാളി ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ എല്ലാം ഇങ്ങനെ ചേർക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ് നല്ല കുറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ കറികൾക്ക് ചാറ് നമ്മളിപ്പോൾ മീനോടൊക്കെ ചേർന്ന് നിൽക്കണം, അല്ലാതെ ഇങ്ങനെ വേറെ വേറെ നിൽക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ചേർന്ന് നിന്നോളും മീനിൻ്റെ ഒപ്പം തന്നെ. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഇതിലിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 ടീസ്പൂണ് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ആയി വന്നപ്പോൾ ഇനി നമുക്ക് കുടപ്പുളി ഞാൻ പറഞ്ഞില്ല നേരത്തെ സോക്ക് ചെയ്ത് വെച്ചത്, അപ്പോൾ അത് നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം. ആ 1 കപ്പ് സോക്ക് ചെയ്ത് വെച്ച വെള്ളവും പിന്നെ വേറൊരു കപ്പും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാം.
അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ കുറച്ച് ഒരു 3/4 ഭാഗമാണ് ഞാൻ എടുത്തത് അതിൽ. അതുപോലെ തന്നെ ഒരു 3/4 ഭാഗം വെള്ളം കൂടി എടുത്ത് വയ്ക്കും. ഇനി ഇത് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഇപ്പം തള വന്ന് തുടങ്ങിയിട്ടുണ്ട്, നന്നായി തിളച്ച് തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമുറി ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി തേങ്ങ അരച്ച് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർക്കണം കേട്ടോ. അതിൽ ചാറൊക്കെ കുറുതായി വന്നിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് പറ്റിച്ചിട്ട് വേണം നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. വേപ്പിലിട്ട് കൊടുത്തു, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്നും കൂടി ഇത് പറ്റിച്ചെടുത്തു. ഈ പറ്റിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ ഈ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നത്. നല്ല നൈസായിട്ട് അരച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെറിയ തള, വല്ലാണ്ട് ഇങ്ങനെ തിളച്ച് മറിയരുത്, ഒരു ചെറിയ തള, തീ ഓഫ് ചെയ്യാതെ ചെറിയ തള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുകൊണ്ട് അധികം തിളയ്ക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ, സീ യു.